ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബ്രിഞ്ചിത്ത്. രോഗങ്ങളെ തടയാനും ഭേദമാക്കാനും കഴിവുള്ളതാണ് വാട്ടർ തെറാപ്പി അഥവാ ജലചികിത്സ. തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ജലചികിത്സ ചെയ്യുന്നവർക്ക് പോസിറ്റീവായ ഫലം ലഭിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. വാട്ടർ തെറാപ്പി ചെയ്യുന്നതിന് ശേഷം നമുക്ക് തന്നെ ഈ അത്ഭുതകരമായ മാറ്റങ്ങൾ അനുഭവിച്ചറിയാവുന്നതാണ്. എന്താണ് വാട്ടർ തെറാപ്പി, അത് എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ച് നമുക്ക് കേൾക്കാം. രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് പല്ല് തേക്കുന്നതിന് മുമ്പ് 1.5 ലിറ്റർ, അതായത് 5-6 ഗ്ലാസ് വെള്ളം കുടിക്കുക. അതിനുശേഷം മുഖം കഴുകാം. ഇതിനാണ് വാട്ടർ തെറാപ്പി എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, വെള്ളം കുടിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പും ശേഷവും മറ്റ് പാനീയങ്ങളോ ഖരാഹാരങ്ങളോ കഴിക്കരുത് എന്നതാണ്. കൂടാതെ തലേന്ന് രാത്രിയിൽ മദ്യവും കഴിക്കരുത്. തുടക്കത്തിൽ 1.5 ലിറ്റർ വെള്ളം കുടിക്കാൻ പ്രയാസമായി തോന്നാമെങ്കിലും ക്രമേണ അത് എളുപ്പമായി സാധിക്കും. തുടക്കത്തിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യം 4 ഗ്ലാസ് വെള്ളം കുടിച്ച് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ബാക്കി 2 ഗ്ലാസ് വെള്ളവും കുടിക്കുക. തുടക്കത്തിൽ ആദ്യ മണിക്കൂറുകളിൽ 2-3 പ്രാവശ്യം മൂത്രമൊഴിക്കേണ്ടി വരാം. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് സാധാരണ നിലയിലാകും. വാട്ടർ തെറാപ്പിയുടെ ഗുണങ്ങൾ എന്തെന്ന് നമുക്ക് നോക്കാം. വാട്ടർ തെറാപ്പി വളരെ ലളിതമായതിനാൽ വിദഗ്ധരുടെ മേൽനോട്ടമോ നിർദ്ദേശമോ നമുക്ക് ആവശ്യമില്ല. വെള്ളത്തെ ഒരു മാന്ത്രിക പാനീയമാക്കി ഫലം നൽകുന്ന ഇതിൻ്റെ ഗുണഫലങ്ങളെ അറിയുക. വിയർപ്പും മൂത്രവും വഴി ശരീരത്തിൽ നിന്ന് വിഷാംശം നീക്കം ചെയ്യുന്നു. തിളക്കവും ആരോഗ്യവുമുള്ള ചർമ്മം നമുക്ക് ലഭ്യമാകുന്നു. ശരീരോഷ്മാവ് നിയന്ത്രിക്കാനാവുന്നു. ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടുന്നു. അനീമിയ, റുമാറ്റിസം, പാരാലിസിസ്, അമിതവണ്ണം, സന്ധിവാതം, സൈനസൈറ്റിസ്, വർദ്ധിച്ച നെഞ്ചിടിപ്പ്, ബോധക്ഷയം, ചുമ, ലുക്കീമിയ, ബ്രോങ്കൈറ്റിസ്, മെനിഞ്ചൈറ്റിസ്, അസിഡിറ്റി, വയറുകടി, ആന്ത്രവീക്കം, ഗർഭാശയ ക്യാൻസർ, നേത്രരോഗങ്ങൾ, ക്രമം തെറ്റിയ ആർത്തവം, തലവേദന തുടങ്ങി പല രോഗങ്ങൾക്കും വാട്ടർ തെറാപ്പി പരിഹാരം നൽകുന്നു. ജപ്പാനിലും ഇന്ത്യയിലും വാട്ടർ തെറാപ്പി ഇന്ന് ഏറെ പ്രചാരം നേടിയിട്ടുണ്ട്. ശാസ്ത്രീയ പരീക്ഷണങ്ങളും ഇതിൻ്റെ ഫലം തെളിയിച്ചതാണ്. പഴക്കം ചെന്ന ഗുരുതരമായ രോഗങ്ങൾക്കും പുതിയ രോഗങ്ങൾക്കും ജാപ്പനീസ് മെഡിക്കൽ സൊസൈറ്റി വാട്ടർ തെറാപ്പിയെ 100% ഫലമുള്ളതായി കണ്ടെത്തിയിട്ടുമുണ്ട്. ചികിത്സാ രീതി നമുക്ക് ഒന്നുകൂടെ കേൾക്കാം. രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നതിന് മുമ്പ് 4 അല്ലെങ്കിൽ 6 ഗ്ലാസ് വെള്ളം കുടിച്ച ശേഷം പല്ല് തേച്ച് വായ വൃത്തിയാക്കുക. തുടർന്ന് 45 മിനിറ്റ് സമയത്തേക്ക് ഒന്നും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യരുത്. പ്രഭാത ഭക്ഷണത്തിന് ശേഷം സാധാരണ പോലെ ഉച്ചഭക്ഷണവും അത്താഴവും കഴിക്കാം. എന്നാൽ ഇവയ്ക്ക് ശേഷം 2 മണിക്കൂർ നേരത്തേക്ക് ഒന്നും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യരുത്. പ്രായമായവരും രോഗികളുമായ ആളുകൾ 4 ഗ്ലാസ് വെള്ളം ഒരുമിച്ച് കുടിക്കാൻ സാധിക്കാത്തവർക്ക് അല്പം അളവിൽ തുടങ്ങി ക്രമേണ ദിവസം 4 ഗ്ലാസ് എന്ന അളവിലേക്ക് എത്തിച്ചേരുക. ഇതുവഴി രോഗങ്ങൾ അകറ്റി ആരോഗ്യകരമായ ജീവിതം സാധ്യമാക്കുകയും ചെയ്യാം. വിവിധ പഠനങ്ങൾ പ്രകാരം പ്രധാനപ്പെട്ട ചില രോഗങ്ങൾ വാട്ടർ തെറാപ്പി വഴി ഭേദപ്പെടാൻ ആവശ്യമായ കാലദൈർഘ്യത്തെക്കുറിച്ച് നമുക്ക് കേൾക്കാം. ഉയർന്ന രക്തസമ്മർദ്ദം 30 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത്ഭുതകരമായി കുറയുന്നത് നമുക്ക് കാണാം. ഗ്യാസ് ട്രബിൾ സംബന്ധമായ പ്രശ്നങ്ങൾ 10 ദിവസങ്ങൾക്കുള്ളിൽ കുറവനുഭവപ്പെടുന്നു. പ്രമേഹ രോഗികൾക്ക് പ്രമേഹം 30 ദിവസങ്ങൾക്കുള്ളിൽ കുറവ് അനുഭവപ്പെടുന്നു. മലബന്ധം പോലുള്ള അസുഖങ്ങൾ 10 ദിവസങ്ങൾ കൊണ്ട് തന്നെ കുറവ് അനുഭവപ്പെടുന്നു. ക്ഷയം, TB പോലുള്ള അസുഖങ്ങൾ 90 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കുറയുന്നതായി നമുക്ക് കാണാം. സന്ധിവാതമുള്ളവർ ആദ്യ ആഴ്ചയിൽ 3 ദിവസം മാത്രം ചികിത്സ ചെയ്യുക. പിന്നീട് ഇത് എല്ലാ ദിവസവും ചെയ്യാം. ഈ ചികിത്സയ്ക്ക് ദോഷവശങ്ങളില്ല. എന്നിരുന്നാലും ദിവസത്തിൽ പലതവണ മൂത്രമൊഴിക്കേണ്ടതായി തോന്നാം. ശുദ്ധജലം എങ്ങനെ ശരീരത്തെ സഹായിക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് കേൾക്കാം. സാധാരണ വെള്ളം മനുഷ്യ ശരീരം ശുദ്ധീകരിക്കാൻ സഹായിക്കും. ഇത് പുതിയ രക്തം നിർമ്മിക്കുന്നത് വഴി കുടലിനെ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്യുന്നു. വൈദ്യശാസ്ത്രത്തിൽ ഇതിനെ ഹെമാറ്റോപോയേസിസ് എന്നാണ് വിളിക്കുന്നത്. കുടലിലെ സ്രവങ്ങളുടെ മടക്കുകൾ
ഈ രീതിയിൽ പ്രവർത്തന സജ്ജമാവുകയും അത് വഴി ഫ്രഷായ രക്തം നിർമ്മിക്കപ്പെടുകയും ചെയ്യുന്നു. കുടൽ ശുദ്ധീകരിക്കപ്പെട്ടാൽ ദിവസത്തിൽ പലതവണ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ഈ മടക്കുകൾ വഴി പോഷകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇത് പുതിയ രക്തമായി മാറും. ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും രോഗങ്ങൾ ഭേദമാകുന്നതിനും രക്തം പ്രധാനപ്പെട്ടതാണ്. അതിന് വെള്ളം സ്ഥിരമായി ലഭിക്കേണ്ടതുണ്ട്. ഈ വഴിയിലൂടെയാണ് ഒരു ശീലമെന്ന നിലയിൽ വാട്ടർ തെറാപ്പി ശുപാർശ ചെയ്യപ്പെടുന്നത്. ഇതുപോലുള്ള ഉപകാരപ്രദമായ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.